ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ അനുഗ്രഹീത കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിൻ്റെ ഫാമിലി 16 വർഷത്തോളം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് അവർ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുകൂടാതെ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഫാമിലിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി, അല്ലെങ്കിൽ അയാളുടെ പ്രസൻസ് ഇവരെ എങ്ങനെ ഓർക്കുന്നു എന്നതിനെ പറ്റിയിട്ടും കൂടി ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണൽ അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്കായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. CAക്ക് തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. മലയാളികളുടെ ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ദിലീപ് എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ആ നടിയെ ആക്രമിച്ച കേസൊക്കെ. അപ്പോൾ അതിൽ തെളിവില്ലാത്ത കാരണത്താൽ കോടതി വരെ അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ക്രൂശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെയാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാവുന്നത്. കൊച്ചിൻ ഹനീഫയുടെ ഫാമിലി 16 വർഷമായിട്ട് എറണാകുളത്തുള്ള ഒരു വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. എന്നിട്ടും ഈ കൊച്ചിൻ ഹനീഫ മരിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ വൈഫിനെയോ മക്കളെയോ റിലേറ്റീവ്സിനെയോ ഒന്നും തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ വിധവ എന്നുള്ള പ്രിവിലേജ് യൂസ് ചെയ്തുകൊണ്ട് പിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതുപോലെ ഒന്നും ഇവരെ നമ്മൾ കണ്ടിട്ടില്ല. അതുതന്നെ എന്തൊരു അന്തസ്സുള്ള കാര്യമാണ്. അവരാരെയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ഫാമിലി നോക്കി അവരുടെ ജീവിതം നോക്കി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു ഇത്രയും നാളും.
ഈ ഒരു ഫാമിലിനെ കാണുമ്പോഴാണ് നമുക്ക് മറ്റു പലരെയും ഓർമ്മ വരുന്നത്. അതായത് വിധവ എന്നുള്ള കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പിച്ചയെടുക്കാൻ ഇറങ്ങിയ കുറച്ച് ആൾക്കാർ ആ മരിച്ച വ്യക്തിയെ കൂടി പറയിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഒരുതരം കാട്ടിക്കൂട്ടൽ നടത്തി ഭർത്താവ് മരിച്ചത് തന്നെ നല്ല കാര്യമെന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിച്ച ചിലരെ നമ്മൾ കണ്ടതാണ്. ഭർത്താവ് മരിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിന്ന ചിലർ. അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ വിട്ടേക്ക്. ഞാൻ ആരെ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലോട്ട് വന്നത് ഈ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം ഭയങ്കര അഭിമാനി ആയതുകൊണ്ട് തന്നെ ആരുടെയും കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിക്കില്ല. അതുകൊണ്ട് തന്നെ ആരെയും മരിച്ച ശേഷവും അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ആ ഫാമിലി ജീവിച്ചത്. അയാളുടെ അയാളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ആ ഫാമിലി ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ അവർക്ക് ഇത്രയും അന്തസ്സും വിലയും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ വീട് വെച്ചിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് ഒത്തിരി നടന്മാർ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ തവണ നമ്മൾ കേട്ട പേരുകളാണ് മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും. കൂടാതെ ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ചെയ്യുമ്പോഴേ അല്ലാതെ ആ കുട്ടികളുടെ പഠനത്തിനും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും എപ്പോഴും സാധിക്കണം എന്നില്ല. ഇപ്പോൾ ഹെൽപ്പ് എന്നതിനേക്കാൾ ഉപരി അവർക്ക് വേണ്ടത് ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം ആണെന്ന് മനസ്സിലാക്കിയ ദിലീപ് സെറ്റിൽ കൊച്ചിൻ ഹനീഫയുടെ ഇന്നോവ കാറ് ഓട്ടത്തിന് വെച്ചു. അതായത് ദിലീപിൻ്റെ സെറ്റിൽ. അതാകുമ്പോൾ ആ ഫാമിലിക്ക് ഒരു വരുമാന മാർഗ്ഗവും ആകും. അതുപോലെ തന്നെ ഇവരെ ഹെൽപ്പും ചെയ്യാം. ഇവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് മറ്റാരേക്കാളും അദ്ദേഹത്തിന് ഒരു പ്രയോറിറ്റി നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവരുടെ വീടിൻ്റെ പാല് കാഴ്ച സമയത്താണെങ്കിലും ദിലീപാണ് കൂടുതൽ സമയം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ആദ്യം എത്തിയത്. ഇനി അദ്ദേഹത്തെ പറ്റി KPSC ലളിത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എൻ്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പം വിളിക്കും ദിലീപ് എന്നെ. എന്താ ചേച്ചി? ഒന്നുമില്ല, എൻ്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാസൊക്കെ റെഡി ആയോ മുതലാളി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല ദിലീപ്, ഇതാ ഇപ്പം അങ്ങോട്ട് വരും ഒരാളെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറ്റാത്ത അത്രയും പൈസ എനിക്ക് കൊടുത്തേച്ചു. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊക്കെ കൊടുത്തിട്ടുമില്ല, വേണോന്ന് ഞാനും ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കും? ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ, അതായത് ശ്രീനിവാസൻ്റെ മരണത്തിന് ശേഷവും ആ സമയത്തും ദിലീപിന് ആ ഫാമിലിയായിട്ടുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കേൾക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ 3-4 തവണ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കുട്ടി ഞാൻ അങ്ങോട്ട് കാവ്യനെയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിന് ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നതാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ എല്ലാവരുടെയും ഇടയിൽ ജനപ്രിയനാക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.